എന്തുകൊണ്ടാണ് മിഠായി കഴിച്ചാൽ പല്ല് കേടുവരും എന്ന് പറയുന്നത്? അതായത് ബേസിക്കലി മിഠായികളിലും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഫുഡിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലുള്ളത് ഷുഗേഴ്സ് ആണ്. ഷുഗർ പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലിന്റെ മുകളിൽ അവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യും, അത് ഫീഡ് ഓൺ ചെയ്യുകയും ചെയ്യും. അത് ചെയ്യുന്നതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആസിഡിക് ആണ്. ആ ആസിഡിറ്റിക് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫോം ചെയ്യുന്ന ആസിഡ്സ് നമ്മുടെ ഇനാമലിനെ ഡിസോൾവ് ചെയ്യുകയും ഇൻഫെക്ഷ്യസ് ബാക്ടീരിയകൾക്ക് ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അതോടുകൂടി തന്നെ ഇനാമലിൽ ഉണ്ടാവുന്ന ബ്രേക്ക് ഡൗൺ ഇനാമലിന്റെ താഴെയുള്ള ഡെന്റിനിലേക്കും ഡെന്റിനിൽ നിന്ന് പല്ലിന്റെ പൾപ്പ് എന്ന് പറയുന്ന ഏരിയയിലേക്കും കടക്കുന്നതാണ്. അപ്പൊ കേട് വരുന്ന ഭാഗങ്ങൾ നേരത്തെ ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ വരുന്ന കേട് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് പല്ലിന്റെ പൾപ്പിന്റെ ഭാഗത്തേക്ക് വരാനും അത് പിന്നീട് ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാതെ അത് സേവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കേടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടയ്ക്കുക. നമ്മൾ ഷുഗർ കൺസംഷൻ വളരെ കൺട്രോൾ ചെയ്യുക. മിഠായിയോ അതുപോലത്തെ സംഭവങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനും ശ്രമിക്കുക.